ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ കാലമായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. അതെ, കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് റനൻ്റെയും അലിമിൻ്റെയും ലവ് സ്റ്റോറി കേൾക്കണം എന്ന്. ഞാൻ ലവ് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 50K 40K അങ്ങനത്തെ ഫോളോവേഴ്സ് ഉള്ളായിരുന്നു. ഇപ്പം ഫോളോവേഴ്സ് കൂടി, കേൾക്കാനുള്ള ആകാംക്ഷ കൂടി. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റിലേഷനായിട്ട് 1 year 7 months അങ്ങനെ എന്തോ ആയി. ആലിബ് എൻ്റെ ഒരു സീനിയർ ആയിരുന്നു കേട്ടോ. നമ്മൾ രണ്ടാളും ഒരേ കോളേജ് ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ +1 പഠിക്കുമ്പം +2 അപ്പോൾ നമ്മൾ രണ്ടാളും ഒരേ സ്കൂളിലായിരുന്നു. പക്ഷെ ഞാൻ ഓനെ തീരെ കണ്ടില്ല. ഞാൻ +1 പഠിക്കുമ്പോൾ തീരെ ഓനെ കണ്ടില്ല. പക്ഷെ ഞാൻ +1 ലാസ്റ്റൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഓനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടേനു ഇവന്. എൻ്റെ ഫ്രണ്ട് പറയുമ്പം അന്ന് നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇവന് ഞാൻ സംസാരിക്കുമ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഇവര് റിലേഷൻ ആയിക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നത്. ഓനോ ചോദിച്ചു ഇവർ റിലേഷൻ ആണോന്ന്. അപ്പോൾ ഓൻ പറഞ്ഞ് ആണെന്നാ തോന്നുന്നതെന്ന്. ഐ വാസ് ലൈക്ക് ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായി. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. നോട്ട് വെച്ചാൽ ഐ ഗോട്ട് ക്രഷ് ഓൺ ഹിം അങ്ങനെയൊന്നല്ല, സിംപ്ലി ഒരാളെ നോട്ട് ചെയ്യലേ, അങ്ങനെ ദാറ്റ്സ് ഇറ്റ്. ഓനോട് കമ്പനി ആവണമെന്നേ ഇല്ലായിരുന്നു. ഓനിക്കിനോട് തീരെ ഇല്ലേനു. കാരണം ഓനിക്കിൻ്റെ കണ്ണെടുത്ത് കണ്ടുകൂടേനു. ഞാൻ +1 മെയിനാവാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എൻ്റെ മുടി പച്ച കളറായിരുന്നു. അപ്പം എല്ലാവരും പറയായിരുന്നു ഞാൻ പച്ച കളർ അടിച്ച് മുടിയിൽ പച്ച കളറൊക്കെ അടിച്ചിട്ട് ഞാൻ മെയിനാവാൻ വന്നതാണ് സ്കൂളിലേക്ക് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നു. അപ്പം ഇവനിക്കും എന്നെ തീരെ ഇഷ്ടമില്ലേനും പോലും. അപ്പം ഇപ്പം പറയുന്നു ഒരുമാതിരി ചപ്രി പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹി ഹേറ്റ്സ് മീ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഓൻ്റെ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇടുമ്പം ഇവൻ്റെ സ്റ്റോറിക്ക് ലൈക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണല്ലോ നമ്മളെ കഥ എപ്പോഴും തുടങ്ങുക. അപ്പോൾ എൻ്റെ സ്റ്റോറിക്ക് ഇങ്ങനെ ലൈക്ക് ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ലൈക്ക് ഇട്ട് പോകുന്ന കണ്ടപ്പം ഞാൻ എന്നെ നോട്ട് ചെയ്ത് വൈ ദിസ് ഗൈ ഓൾവേസ് ലൈക്കിങ് മൈ സ്റ്റോറി ആൻഡ് ഓൾ. അപ്പം ഞാൻ എനിക്കൊന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് കുറേ ലൈക്ക് ഇട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കെന്നോട് എന്തോ സംസാരിക്കാൻ പൂതിയാവുന്നുണ്ടോ എന്നിട്ടും തോന്നിയിട്ട് ഞാൻ എന്തായിരിക്കും എനിക്ക് മെസ്സേജ് അയച്ചു. എന്തെങ്കിലും ഒരു കാരണം വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു എൻ്റെ പേര് ആൽബോ എന്നാണോ ചോദിച്ചത്. അപ്പോൾ ഓൻ പറഞ്ഞ് എല്ലാ ആലിബോ എന്നാണ്. എന്തേ? അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ പേര് ആൽബോ എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായി അവിടെ ഒരു കോൺവെർസേഷൻ ബിൽഡായി. അപ്പം രണ്ട് പാർട്ടിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോവുള്ളൂ. അപ്പം ഓനും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി, ചങ്കേന്നൊക്കെ വിളിച്ച്. അപ്പം എനിക്ക് ഇവൻ്റെ എത്ര കമ്പനിയായി വർത്താനം പറയുന്നത്. അപ്പം ഞാനും ചങ്കേന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും കമ്പനിയായി വർത്താനം പറയാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ലൊരു കമ്പനി ബിൽഡ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ആ സംസാരം നിർത്തിയില്ല. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നില്ല. ആ ഒരു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യല്, എല്ലാ കാര്യം മീൻസ് ഞാൻ ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവം, അങ്ങനത്തെ ലൈഫായിരുന്നു, ഇങ്ങനത്തെ ലൈഫായിരുന്നു, പണ്ടത്തെ എക്സിൻ്റെ കഥ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കമ്പനിയായി. നമ്മളിങ്ങനെ കട്ട കമ്പനി ആവൂലേ, അങ്ങനായി. അപ്പോൾ ഒരു ദിവസം ഞാൻ അപ്പം എനിക്ക് വെക്കേഷൻ ടൈമിൽ ഞാൻ +1 വെക്കേഷന് എനിക്ക് +2 കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് കയറി. അപ്പം ആ ഷോപ്പിൽ ഒരാളെയും കൂടി വേണമായിരുന്നു. അങ്ങനെ ഞാൻ എന്താക്കി ഇവനെ സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ചെക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പനി ആയതിനു ശേഷം തീരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അവനെ ഞാൻ സജസ്റ്റ് ചെയ്ത്. അപ്പം ഓര് പറഞ്ഞു ഓക്കെ അവനോട് വരാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഓന് കോളേജ് ഷോപ്പിക്ക് വന്ന് അന്നാണ് ഞാൻ ആദ്യം അവനെ കണ്ടത്. നമ്മൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ ചാറ്റിൽ. എക്സ്ട്രീം ഒന്നുമില്ല, ഭയങ്കര ഒരു
ഡീസൻറ്റ് കമ്പനി, ഭയങ്കര എംബ്രേസിങ് ആയിരുന്നു. ആദ്യമായിട്ട് കാണല്ലേ രണ്ടാളും, കമ്പനി ആയതിനു ശേഷം അങ്ങനെ സംസാരിക്കാനൊക്കെ ചെറുങ്ങനെ പഠിച്ച്, പിന്നെ അങ്ങനെ അന്ന് തന്നെ റെഡിയായി, സംസാരിക്കാനൊക്കെ റെഡിയായി, അങ്ങനെയൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആ ഷോപ്പിൽ ഞാനും ഓനും മാത്രമേ ഉള്ളൂ. അപ്പം രാവിലെ ഒരു 10 മണി മുതൽ 7 മണി വരെ ഞാൻ ഷോപ്പിലുണ്ടാവും. ആ സമയം ഫുള്ള് ഞാൻ ഇവനായിട്ടുള്ളൊരു ലോകം. നമ്മൾ രണ്ടാളും ഭയങ്കര സംസാരമൊക്കെ ആയി. ഇവ റീലൊക്കെ അയക്കാൻ തുടങ്ങൂലേ ഇൻസ്റ്റാഗ്രാമിൽ, അത് കുറച്ചുകൂടി മാറാൻ തുടങ്ങി. നമ്മളെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ടു ലവേഴ്സ് ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള റീൽസൊക്കെ അങ്ങനെ അയക്കാൻ തുടങ്ങി. അപ്പം എനിക്കും എന്തൊക്കെ ഒരു ഇത് വന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇവനായിട്ട് റിലേഷൻ ആയാലും എങ്ങനെ ഉണ്ടാവും. അപ്പോഴാണ് ഇങ്ങനെ റിലേഷനെ പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് റിലേഷൻ ആവില്ല എന്ന് അത്ര ഉറപ്പേനും എനിക്ക്. കാരണം എനിക്ക് അത്രയും ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്ത് വെക്കാം. ഇനി ഒരു റിലേഷൻ ആവാനൊന്നും എനിക്ക് വയ്യ ആ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ പിന്നെ ഇവങ്ങനെയൊക്കെ റീൽ അയക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ഉണ്ട് ഇവ ഫ്ലേർട്ട് ചെയ്യുന്നു എന്നെ വിളിച്ചിട്ട്. മീൻസ് ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കേട്ടോ, ഭയങ്കര യു ലുക്ക് ഹോട്ട് ബേബി അങ്ങനെയൊന്നും വേണ്ടല്ല ഫ്ലേർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ ബസ്സിൽ കയറി, KSRTC ബസ്സിൽ കയറിയപ്പം എൻ്റെ സ്മെല്ല് പോലും ആ ബസ്സിന്. അപ്പം ഐ വാസ് ലൈക്ക് വൈ ദിസ് ഗൈ ഈസ് നോട്ടിങ് മൈ സ്മെൽ ആൻഡ് എവറിത്തിങ്. അപ്പം എനിക്ക് ഭയങ്കര ബട്ടർഫ്ലൈ ഓൺ സ്റ്റൊമക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം വന്ന്. അങ്ങനെ ഞാൻ കമ്പനിയായി, ക്ലോസായി. പിന്നെ എന്താക്കി, നമ്മൾ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോനിങ്ങനെ കൈ പിടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഇതുവരായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും കൈ അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. ഐ മീൻ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ ആ ഒരു കൈ ഇങ്ങനെ പിടിക്കുമ്പം ബട്ടർഫ്ലൈ ഓൺ സ്റ്റൊമക്ക് ആ ഒരു സംഭവമല്ലേ, ആ ഒരു ഫീൽ ചെയ്യുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഹീ ഈസ് ദ വൺ. അപ്പോൾ ഞാൻ അങ്ങനെ ലൈക്ക് എന്താ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാട്ടെ ഞാൻ ഇങ്ങനെ ബ്രേക്ക് ആവുന്ന ഇടയ്ക്ക്. എന്നിട്ട് എന്താക്കി, എനിക്ക് ക്ലാസ് തുടങ്ങിയാൽ ഞാൻ ഷോപ്പിൽ പോകുന്നത് നിർത്തി. പിന്നെ ഓ മാത്രമായിട്ട് ഷോപ്പിൽ. അപ്പോൾ ഞാൻ എന്താക്കും, ഡെയിലി ഓനെ കാണാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോകും. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓനിക്ക് വേണ്ടിയിട്ട്? ഹൂ ഈസ് ദിസ് ഗൈ? ആരാണ് ഇവൻ? എനിക്ക് ആരാ? ജസ്റ്റ് ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് മനസ്സിലായി ഓനെ ഫ്രണ്ടായി കാണാൻ പറ്റൂല എനിക്ക്. ഐ നീഡ് ഹിം, ഐ ഡെസ്പറേറ്റ്ലി നീഡ് ഹിം. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഇവനായിട്ട് എന്തായാലും എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരൂല എന്നുള്ള കാര്യം 100% കൺഫേമാണ്. അങ്ങനെ ഞാൻ എന്താക്കി, രണ്ടും കൽപ്പിച്ച് ഞാൻ എന്നോനെ പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഷോപ്പിൽ പോയിട്ട് ഒരു ശനിയാഴ്ച ജൂൺ 10 ശനിയാഴ്ച ജൂൺ 10-10 തീയതി ഞാൻ ഷോപ്പിൽ പോയി. അപ്പം ഷോപ്പിൽ ഓൻ ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നത്. ഷോപ്പിൽ പോയിട്ട് ഞാൻ എന്താക്കി, ഓനെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സംഭവം. ഞാൻ ഇതുവരായിട്ട് നേരിട്ട് മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓനാണ് ആദ്യമായിട്ടും ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു പേടിയും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൈയൊക്കെ പിടിച്ച് പിന്നെ ഓനോട് തിരിഞ്ഞിരിക്കാനൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ അങ്ങനെ ആലിബേ അതുണ്ടല്ലോ, എനിക്കില്ലേ എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ അറിയാം ഞാൻ പ്രപ്പോസ് ചെയ്യാമെന്ന് എനിക്ക് നല്ല വൃത്തിക്കാര്യം. എന്നിട്ടും ഇവനിങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇട്ടെടുത്തിട്ട് ഈ കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കറിയാം. എന്നിട്ടും ഇവന് അയ്യൊന്ന് വേഗം പറയോ, കുറേയൊക്കെ ഇങ്ങനെ കേട്ടില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്ന്, അയ്യൊന്ന് വേഗം പറയോ. അവ ഞാൻ പറഞ്ഞു പിന്നല്ലേ ഐ ലവ് യു. അത് ഞാൻ മുഖം പൊത്തിയിരുന്നു. പിന്നെ എനിക്ക് പേടിയാവാം, അല്ലാ ഇവനിതൊക്കെ റിജക്റ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇവനിത് അക്സെപ്റ്റ് ആക്കിയാൽ എനിക്ക് ബമ്പർ അടിച്ച പോലാണ്. അങ്ങനെ മുഖം പൊത്തിയിരുന്നത്. അപ്പം ആലിബ് കുറച്ച് കഴിഞ്ഞപ്പണ്ട് ഇങ്ങനെ കണ്ണൊക്കെ നോക്കിയിട്ട് ഈ കാര്യം ഞാൻ എന്നോട് തിരിച്ചു പറഞ്ഞ എങ്ങനെ ഉണ്ടാവും. അയ്യോ അവൾ അപ്പം തന്നെ ഞാൻ ഫ്ലാറ്റായി. ആദ്യം എനിക്ക് കാര്യം കത്തിയില്ല. അപ്പം ചോദിച്ച് അപ്പോൾ ഓൻ പറഞ്ഞ് ഈ കാര്യമില്ലേ, ഈ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ച് എന്നോടും കൂടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം ഈ പറയുന്നത് യു ലവ് മീ ടു. അപ്പോൾ പറഞ്ഞു ആരുമേൻ്റെ. അപ്പോൾ ഐ വാസ് ലൈക്ക് ആ ഒരു മൂമെൻ്റ് തൊട്ട് വി ആർ നോട്ട് ഫ്രണ്ട്സ് എനിമോർ, വി ആർ ലവേഴ്സ്. ലൈക്ക് വി ആർ ലവേഴ്സ് ആഫ്റ്റർ ദാറ്റ്.
അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഫ്രണ്ട്സ് പോലെ ഒക്കെ നടന്ന് പിന്നെ ഈ ലവേഴ്സ് ആകുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് കൊഞ്ചി നടക്കുക, ആ ഒരു സംഭവമൊക്കെ വരൂലേ, അതൊക്കെ നമ്മളെങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളൊരു ടെൻഷനായി. പിന്നെ പക്ഷെ അതൊക്കെ നമ്മൾ സെറ്റാക്കി ഡീലാക്കി നമ്മളെ കഴിഞ്ഞിട്ടുള്ളൂ പൈങ്കിളി വർത്താനം പറയാനൊക്കെ. പക്ഷെ അതൊക്കെ അത് സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഐ മീൻ ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ചക്കര എൻ്റെ മുറ്റും മഞ്ഞി ചക്കുരു ആവി ആ ഒരു സംഭവമൊന്നും ഇപ്പം ഇല്ല. എന്നാലും ഉണ്ട്. ഐ മീൻ ലിമിറ്റ്സ്, വി ഹാവ് ദ ലിമിറ്റ്സ്. എല്ലാം ഒരു സെയിം റേഷ്യോയിലാണ്. കച്ചറാണെങ്കിലും ഈ ഒരു റേഷ്യോയില്, സ്നേഹമാണെങ്കിലും ഈ ഒരു റേഷ്യോയില്, കെയർ ആണെങ്കിലും ഈ ഒരു റേഷ്യോയില്, എല്ലാം ഒരു കറക്റ്റ് അളവിലുണ്ട്. അപ്പം എല്ലാം അടിപൊളി മാഷാള്ളാണ്. അങ്ങനെ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രണ്ട്സ്, വി ആർ നോട്ട് ഫ്രണ്ട്സ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നു. നമ്മൾ ഭയങ്കര ലവേഴ്സ് ചെയ്യണം, അടിപൊളി ചെയ്യണം, സെറ്റ് ചെയ്യണം. പിന്നെന്താ നമ്മളെല്ലാവർക്കും അറിയണം കേട്ടോ. ഞാൻ ആദ്യം ഓനോ പറഞ്ഞത് എടാ നമുക്കിത് സീക്രട്ടാക്കി വെക്കാമെന്ന്. പക്ഷെ ഞാൻ തന്നെ എല്ലാവരോടും പോയി പറഞ്ഞ്, എൻ്റെ അമ്മ വരെ അറിഞ്ഞ്. എൻ്റെ അമ്മ സത്യം പറയടേ, ഓൻ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, ഫ്രണ്ടൊന്നല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞേ അമ്മ അതെ. അങ്ങനെ പിന്നെ ബാപ്പ പറഞ്ഞ് എല്ലാവർക്കും ഓക്കെ ആണ്. കാരണം എന്താ വെച്ചാൽ ഹീസ് എ നൈസ് ഗൈ, ഐ എ നൈസ് ഗേൾ ടു, സോ യു ആർ ഓക്കെ വിത്ത് ദാറ്റ്. അപ്പം പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഓനിൽ അട്രാക്റ്റഡ് ആയ ഒരു ഫാക്ടർ എന്താന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ബൈ ദ വേ എനിക്ക് ഓൻ്റെ ഡിമ്പിൾ ഉണ്ടല്ലോ, ഓഫ് എന്തൊരു ഇഷ്ടമാണെന്നറിയാം. ഓൻ്റെ ആ ഒരു ചക്കപ്പഴം പോലത്തെ ഒരു ഡിമ്പിള് എനിക്കത് കാണുമ്പോഴേ ഐ അഗെയിൻ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. എപ്പോഴും വെന്നെവർ ഹി ഫ്ലെക്സ് ഹിസ് ഡിമ്പിൾ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. കാരണം അവൻ അത്രയും ക്യൂട്ടാണ് ഡിമ്പിൾ ഫ്ലെക്സ് ചെയ്ത് നിൽക്കുമ്പോൾ. ഓ പിന്നെ എനിക്ക് അവൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ ജോല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ ദ വേ ഹി ടോക്സ്, ദ വേ ഹി റോസ്റ്റ്, ഐ ലൈക്ക് ദ വേ ഹി സ്മൈൽ with his dimple. I like the way he roast. I like his hair. I like his curly hair. Yeah, I like everything about him. I literally love Alip. I really wanted to marry him. And എനിക്ക് അങ്ങനെ തന്നെയാണ്. Nazar is real, but I don't know. ബട്ട് സ്റ്റിൽ നമ്മളെന്തായാലും കല്യാണം കഴിക്കും. നമ്മളെല്ലാവരും കല്യാണത്തിന് വിളിക്കും, എല്ലാവരും കല്യാണം കൂടാൻ വരണം. അപ്പം അത്രേ ഉള്ളൂ നമ്മളെ ലവ് സ്റ്റോറി. കുറച്ച് ലോങ് ആയി പോയ വീഡിയോ, എന്നാലും കുഴപ്പമില്ല, 2x ആക്കി കേട്ടിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ലവ് സ്റ്റോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ബൈ.